ഹായ് ഫ്രണ്ട്സ്, മർഫി എന്ന പേരിലൊരു കന്നഡ സിനിമ കണ്ടു. 2024 ഒക്ടോബർ 18 തിയേറ്റർ റിലീസായതാണ്. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 22 മിനിറ്റാണ്. 2024 ഡേവിഡ് റിച്ചി മർഫി എന്ന പേരുള്ള കോളേജിൽ പഠിക്കുന്ന ഒരു യുവാവ് അദ്ദേഹത്തിന്റെ അപ്പൂപ്പന്റെ റേഡിയോ എടുത്തിട്ട് 1996 ഒരു പെൺകുട്ടിയുമായി കണക്റ്റ് ആവുന്നു. ടൈം ട്രാവൽ അല്ല, പക്ഷേ പാസ്റ്റുമായി കണക്ട് ചെയ്യുന്ന, സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റേഡിയോ. ഈ രണ്ടുപേർ റാൻഡമായി കണക്ട് ആയി പോയതാണോ അതോ ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ റിലേഷൻ ഉണ്ടോ? അത് ഞാൻ സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സിനിമയിൽ പ്രണയമുണ്ട്, പ്രതീക്ഷയുണ്ട്, ത്യാഗമുണ്ട്, ബന്ധങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. ഒരു കവിത പോലെ ഇങ്ങനെ ഒഴുകി നീങ്ങുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് അധികം നെഗറ്റീവ് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല കാര്യങ്ങളാണെങ്കിൽ കുറേ ഉണ്ട്. ഒന്ന്, സിനിമാറ്റോഗ്രാഫി. 2024 1996 വേണ്ട രീതിയിലുള്ള നല്ല ക്യാമറ വർക്ക്. നമുക്കൊരു ഫെയറി ടെയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ സിനിമക്കുള്ളത്. പിന്നെ ഒരു കവിത പോലെ പോകുന്ന സിനിമ എന്ന് പറയുമ്പോൾ അതിന് കണക്കായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം. അതും ഇവിടെ പെർഫെക്റ്റായി സിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസും അതിഗംഭീരാണ്. ഇതിലെ ഈ ഡേവിഡ് റിച്ചി മർഫി എന്നുള്ള സെൻട്രൽ ക്യാരക്ടർ എത്തിയിരിക്കുന്നത് പ്രഭു മുണ്ടുക്കൂർ. കറക്റ്റായി പ്രൊണൗൺസ് ചെയ്യാൻ എനിക്ക് അറിയില്ല എന്താണോ ഉദ്ദേശിക്കുന്നതെന്ന്. അദ്ദേഹം വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പെൺകുട്ടിയായി എത്തിയിരിക്കുന്ന നടി റോഷ്നി പ്രകാശ്, അവരും കാണാനും നല്ല രസമുണ്ട്. ഒരു നാടൻ പെൺകുട്ടി, അത്യാവശ്യം നല്ല മനോഹരമായിട്ട് തന്നെ അവരും പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് നെഗറ്റീവുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ കൂടി വേണമെങ്കിൽ ചെറിയൊരു നെഗറ്റീവ്, ഇതിലെ പാട്ടുകൾ ഞാൻ കുറച്ച് അടിച്ചു കൂട്ടിയിട്ടാണ് കണ്ടത്. അത് ആ സിനിമയുടെ ഫ്ലോ ബ്രേക്ക് ചെയ്യുന്നത് പോലെ തോന്നി. പക്ഷെ അത് ഈ സിനിമ കാണാതിരിക്കാനുള്ള ഒരു കാരണമൊന്നുമല്ല. ഞാൻ ഈ സിനിമക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ് 4.25 ഔട്ട് ഓഫ് 5. കോവിഡിന് ശേഷം മലയാളം ഇൻഡസ്ട്രിക്ക് പുറത്ത് കിട്ടുന്ന ഒരു റെക്കഗ്നിഷൻ ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും മികച്ച കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രി എന്നുള്ള ഒരു റെക്കഗ്നിഷൻ. കന്നഡ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മികച്ച കണ്ടന്റുകളൊന്നും അവർ ക്രിയേറ്റ് ചെയ്യാറില്ല. വളരെ റെയറായിട്ടാണ് നല്ല സിനിമകൾ വരുന്നത്. പക്ഷേ ആ റെയറായിട്ട് ഇറങ്ങുന്ന സിനിമകൾ പുറത്ത് അത്രയധികം റെക്കഗ്നിഷൻ നേടാറില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു സിനിമയായിട്ടാണ് മർഫിയെ കുറിച്ച് എനിക്ക് തോന്നുന്നത്.